ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് HD ക്വാളിറ്റിയിൽ എങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്കൊരു തമ്പനെയിൽ നിർമ്മിക്കാം എന്നുള്ളതാണ്. ഇത് യൂട്യൂബ് ചാനലിലുള്ള എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പിക്സൽ ലാബ് എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുക. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഒരു സ്ക്രീനും അതിൽ തന്നെ ഒരു ടെസ്റ്റ് എഴുതാനുള്ള ഒരു ഓപ്ഷനും. ഈ ഓപ്ഷൻ വേണമെങ്കിൽ നമുക്കൊരു സൈഡിലേക്ക് നീക്കി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് മേലെ ഡിലീറ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ഡിലീറ്റ് ആവുന്നതാണ്. നമുക്ക് ഇപ്പോൾ കാണുന്ന സ്ക്രീനിൻ്റെ കളർ നമുക്ക് ഇത് വേണമെങ്കിൽ ഈ കളർ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന നാലാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ കളർ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് നമുക്ക് നമ്മളുടെ തമ്പനെയിൽ നിർമ്മിക്കുന്ന സ്ക്രീനിന് ആ കളർ നമുക്ക് അവിടെ നിന്ന് ഓക്കെ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് തിരഞ്ഞെടുക്കാനും അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാനും കഴിയുന്നതാണ്. ഞാൻ ഈ കളറൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഈ കളറിൽ തന്നെ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ സൈസ് നമുക്ക് സെറ്റ് ചെയ്യുവാൻ വേണ്ടി മുകളിൽ വലത് സൈഡിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അതിൽ ഇമേജ് സൈസ് എന്നുള്ളൊരു ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സൈസ് കാണാം 1280 1280 എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഒരു തമ്പനെയിലിൻ്റെ സൈസ് അറിയാമെങ്കിൽ അവിടെ നിങ്ങൾക്ക് മാനുവലായിട്ട് നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റം എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ യൂട്യൂബ് തമ്പനെയിൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ബാനർ, ഫേസ്ബുക്ക് കവർ ആർട്ട്, ഗൂഗിൾ പ്ലസ് കവർ ഫോട്ടോ, ട്വിറ്റർ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാം ഇവിടെ നിന്ന് നിങ്ങൾക്ക് സൈസ് സെലക്ട് ചെയ്ത് നിർമ്മിക്കാൻ കഴിയുന്നതാണ്. ഞാനിവിടെ യൂട്യൂബ് തമ്പനെയിൽ എന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം യൂട്യൂബ് തമ്പനെയിലിൻ്റെ സൈസിൽ സ്ക്രീൻ സെറ്റായി വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം. ഇനി ഈ സ്ക്രീനിൽ നമുക്ക് നല്ലൊരു ഫോട്ടോ അതുപോലെ തന്നെ നമുക്ക് തമ്പനെയിൽ എഴുതാൻ പറ്റിയ നല്ലൊരു ക്യാപ്ഷൻ ഒക്കെ എല്ലാം സെറ്റ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ഇവിടെ മുകളിൽ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കുറച്ച് ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ്. ടെസ്റ്റ് എഴുതാനും അതുപോലെ തന്നെ നമുക്ക് ഗാലറിയിലുള്ള ഫോട്ടോ സെറ്റ് ചെയ്യാനും നമുക്ക് ഇവിടുന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു വെബ്സൈറ്റ് നമുക്ക് പരിചയപ്പെടാം. ആ വെബ്സൈറ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ വെബ്സൈറ്റിൻ്റെ പേര് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് BG എന്നാണ്. നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് BG എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫസ്റ്റ് കാണുന്ന റിമൂവ് BG എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് അപ്ലോഡ് ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള ഇമേജ് അവിടെ നിങ്ങൾക്ക് കാണാം. അവിടെ നിന്ന് ഒരു ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ആ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ആ പിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിരിക്കുന്നത്. ഇനി താഴെ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ പിക്ചർ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ ആ പിക്ചർ സേവ് ആവുന്നതാണ്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഓപ്ഷനിൽ ഫ്രം ഗാലറി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറി ഓപ്പൺ ആകും. അവിടെ നിന്ന് നേരത്തെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ നമ്മുടെ സ്ക്രീനിലേക്ക് ആഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം താഴെ ഒരുപാട് ക്രോപ്പ് ഓപ്ഷൻ. അതിൽ നമ്മുടെ ഫോട്ടോക്ക് അനുയോജ്യമായ ഒരു ക്രോപ്പ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് സെറ്റ് ചെയ്യുക.
ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ മുന്നേ സെറ്റ് ചെയ്തിരിക്കുന്ന സ്ക്രീനിൽ നമ്മൾ സെലക്ട് ചെയ്ത പിക്ചർ ആഡായി വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പിക്ചർ റൊട്ടേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ പിക്ചറിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിയുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ തമ്പനെയിലിൻ്റെ ആ ഒരു ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ സെറ്റാക്കി ഈ പിക്ചർ സെറ്റ് ചെയ്ത് വെക്കുക. പിക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലുള്ള പ്ലസ് ഐക്കൺ വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ അപ്പോൾ നിങ്ങൾക്ക് കാണാം ടെസ്റ്റ് എഴുതുവാനുള്ള ഒരു ഓപ്ഷൻ ക്രിയേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ആ ടെസ്റ്റിൽ നമ്മൾ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് എഴുതുവാനുള്ള ഓപ്ഷൻ ഇവിടെ ക്ലിയർ ആയിട്ട് വരുന്നതാണ്. നമ്മുടെ വീഡിയോ മലയാളത്തിലായതിനെ കൊണ്ട് നമ്മുടെ തമ്പനയിൽ മലയാളികളെ ആകർഷിക്കാൻ വേണ്ടിയുള്ളതിനെ കൊണ്ടും ഞാനിവിടെ മലയാളത്തിലുള്ള തമ്പനയിലാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് മംഗ്ലീഷ് കീബോർഡാണ്. മലയാളത്തിൽ ചെയ്യാനും അതുപോലെ തന്നെ സംസാരിച്ചു കൊണ്ട് മലയാളം എഴുതുവാനുമെല്ലാം ഈ കീബോർഡ് നമുക്ക് വളരെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള കീബോർഡാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊരു ടെസ്റ്റ് വെച്ചെന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോക്ക് ആസ്പദമായിട്ടുള്ള ടെസ്റ്റുകൾ അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ കാണും. അവിടെ നിന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് നിങ്ങൾക്ക് ചെറുതാക്കാനും അതുപോലെ തന്നെ വലുതാക്കാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കളർ കൊടുക്കാനും 3D ഓപ്ഷൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനും എല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് മാറ്റാൻ അവിടെ താഴെ കാണുന്ന ഫോണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ നിങ്ങൾ ഫോണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിന് അനുയോജ്യമായ ഫോണ്ട് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കട്ടി കൂടിയതും അതുപോലെ തന്നെ നല്ല അട്രാക്റ്റീവ് ആയതുമായ ബോൾഡ് സൈസുള്ള ഫോണ്ട് സെലക്ട് ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാലേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന തമ്പനയിൽ കുറച്ച് അട്രാക്ഷൻ കൂടി വരികയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഫോണ്ടിൻ്റെ സൈസും അതുപോലെ തന്നെ ആ അട്രാക്ഷനും മാറിയിരിക്കുന്നത്. ഫോണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിന് അനുയോജ്യമായ ഒരുപാട് കളറുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് ആ ടെക്സ്റ്റിന് അനുയോജ്യമായ കളർ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെ ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നതാണ്. ഈ ഓപ്ഷനുകളെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരുപാട് നല്ല അടിപൊളി ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള നല്ല അട്രാക്ഷനുള്ള തമ്പനയിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിർമ്മിക്കാൻ കഴിയുന്നതാണ്. ഈ എല്ലാ ഓപ്ഷനും നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷൻ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഈ എല്ലാ ഓപ്ഷനും ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നാൽ ഈ വീഡിയോ നല്ല ലെങ്തിയുള്ള വീഡിയോ ആകും. അതുകൊണ്ട് എല്ലാ ഓപ്ഷനും നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള തമ്പനയിൽ നിർമ്മിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ തമ്പനയിൽ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ കാണാം. ഇതിൽ എക്സ്പോർട്ട് ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഓപ്ഷൻ. ഇതിൽ കസ്റ്റം എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ലാസ്റ്റായിട്ട് അൾട്രാ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത തമ്പനയിൽ നമുക്ക് സേവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന തമ്പനയിൽ. ഇനി നമുക്ക് നമ്മുടെ ഗാലറിയിൽ പോയിട്ട് ആ ഫോട്ടോ സേവ് ആയിക്കണോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ആ തമ്പനയിൽ സേവ് ആയിരിക്കുന്നത്. ഇതുപോലെ എല്ലാ ഓപ്ഷനുകളും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു അടിപൊളി തമ്പനയിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു തമ്പനയിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾ നല്ലൊരു ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള നല്ലൊരു അട്രാക്ഷൻ തമ്പനയിൽ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ വീഡിയോക്ക് വ്യൂസ് കൂടാനും അതുപോലെ സബ്സ്ക്രൈബ് കൂടാനും നിങ്ങളുടെ തമ്പനയിൽ വളരെ ഒരു പ്രധാന ഘടകമാണ് യൂട്യൂബിൽ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നേക്ക് എല്ലാവർക്കും ഒരു ബൈ.